ബിക്കോസ് വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ ഡേ ഇൻ മൈ ലൈഫ്. അതെ, ഓരോ ദിവസവും ഇറ്റ്സ് എ ബ്ലെസ്സിങ്. നമുക്ക് പുതിയൊരു ദിവസം കിട്ടുക, പുതിയൊരു ദിവസത്തിലേക്ക് ഉണരാൻ പറ്റുക, ആ ദിവസത്തെ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള ദിവസങ്ങൾ സത്യത്തിലൊരു ബ്ലെസ്സിങ് തന്നെയാണ്. സോ എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഞാൻ എങ്ങനെയൊക്കെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഈ ഒരു വ്ളോഗിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഏതൊരു ദിവസവും പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണമെങ്കിൽ പ്ലാനിങ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഓരോ സമയവും ടൈം ബ്ലോക്ക് ചെയ്ത് ആ ടൈമിൽ നമ്മൾ ചെയ്യാൻ പോകേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വെക്കണം. അപ്പോൾ പിന്നെ നമുക്ക് കൺഫ്യൂഷനൊന്നും ഇല്ലാതെ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഇറങ്ങേണ്ട സ്റ്റോപ്പ് ഏതാണെന്നറിയാതെ ബസ് കയറിയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. അതേപോലെ തന്നെയാണ് പ്ലാൻ ചെയ്യാത്തൊരു ദിവസവും. നമുക്ക് അത് പുസ്തകത്തിൽ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മുടെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇന്നത്തെ ഓരോ സമയവും ഞാൻ എങ്ങനെയൊക്കെയാണ് ചിലവഴിക്കാൻ പോകുന്നത്, എവിടേക്കാണ് ഞാൻ എൻ്റെ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഐഡിയ വേണം. നമ്മൾ മൈൻഡ്ലെസ് ആയിട്ട് സ്ക്രോൾ ചെയ്ത് ഒക്കെ നമ്മുടെ സമയം ഒരിക്കലും കളയാൻ വേണ്ടിയിട്ട് പാടില്ല. സോ അതിന് ഒരു പ്രോപ്പർ പ്ലാനിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ കാര്യമാണ് ഭക്ഷണം. നമ്മൾ എന്ത് സ്കിപ്പ് ചെയ്താലും ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ഫോർ ബ്രെയിൻ എന്നാണല്ലോ പറയുക. സോ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ എൻ്റെ നോട്ടീസ് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ അതിന് ശേഷം എൻ്റെ ഫസ്റ്റ് സ്ലോട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഞാൻ കറൻ്റ്ലി പ്രിലിംസിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. സോ മോസ്റ്റ്ലി എൻ്റെ സമയം റിവിഷന് വേണ്ടിയിട്ടും പിന്നെ MCQ പ്രാക്ടീസിന് വേണ്ടിയിട്ടും പിന്നെ കുറച്ച് പെൻഡിങ് ലെക്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടു തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് ഞാനിപ്പോൾ നിർത്തി വെച്ചേക്കുവാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷണലും കാര്യങ്ങളൊന്നും ഇപ്പോൾ കറൻ്റ് ഞാൻ നോക്കുന്നില്ല. നമുക്കൊരു വാസ്റ്റ് സിലബസാണ് റിവൈസ് ചെയ്യാനുള്ളതെങ്കിൽ നമ്മളത് റീഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതായത് വായിച്ച പുസ്തകങ്ങൾ തന്നെ വീണ്ടും വായിക്കുന്നതിലൂടെ സത്യത്തിൽ ആക്റ്റീവ് റീകോളിംഗ് നടക്കുന്നില്ല എന്നാണ് പറയാറ്. സോ ഞാൻ ആക്റ്റീവ് റീകോളിങ്ങിന് വേണ്ടിയിട്ട് വിഷ്വൽ മെമ്മറിയും പിന്നെ നമ്മൾ ഓഡിയോസിലൂടെ നമ്മൾ കേൾക്കുന്ന കാര്യം, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തിങ്സിലൂടെ വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലോട്ട് ഇൻടേക്ക് ചെയ്യാൻ. ഞാനിപ്പം ലെക്ചേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും, റിവൈസ് ചെയ്യും, അതിനുശേഷം MCQ വെച്ചിട്ട് റീകോൾ ചെയ്യും. ഇങ്ങനെയാണ് എൻ്റെ ഒരു റിവിഷൻ പ്രോസസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റിവിഷൻ ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ച അത്രയും കാര്യങ്ങൾ സത്യത്തിൽ നമ്മുടെ മൈൻഡിൽ നിന്ന് സ്കിപ്പാവും. സോ റിവിഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. സോ അതിനുശേഷം ഞാൻ ലഞ്ചൊക്കെ കഴിച്ച് അടുത്ത സ്ലോട്ടിലോട്ട് പോയി. ഈ സ്ലോട്ട് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷമുള്ളതായതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഉറക്കം വരും, പ്രോബബ്ലി ഉറക്കം വരും. പക്ഷേ സിസാറ്റ് എക്സാം എപ്പോഴും ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ ഉറക്കം പ്രിഫർ ചെയ്യാറില്ല. അതിന് പകരം കറണ്ട് അഫെയർസിൽ കുറച്ച് PDFs ഒക്കെ ഉണ്ടെങ്കിൽ അത് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയം ഉപയോഗിക്കാറ്. ഈ വായിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഞാൻ മ്യൂസിക്കും കൂടി പ്ലേ ചെയ്യാറുണ്ട്. ബിക്കോസ് ഉറക്കം നമ്മളെ മൈൻഡിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടും നമുക്ക് ആ വായിക്കുന്ന പ്രോസസ്സ് കുറച്ചുകൂടി എൻജോയ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ ട്രിക്ക് പൊതുവേ യൂസ് ചെയ്യാറ്. ഇനി നിങ്ങൾക്ക് ഈ മ്യൂസിക്കിൻ്റെ ഇടയിൽ കൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ കംപ്ലീറ്റ്ലി സ്കിപ്പ് ദിസ്. എറൗണ്ട് ഒരു 6:30 വരെ ഞാൻ വായിച്ചു. അതിനുശേഷം ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് റൂമിലോട്ട് വന്നു. ഈ സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്നാമത് ഈ ഒരു കോഴ്സിലായിട്ടൊക്കെ ഇട്ടിട്ട് നമ്മളും പിന്നെ ജേണലും ഒക്കെ ആയിട്ട് നമുക്ക് വേണ്ടി കണ്ടെത്തുന്ന കുറച്ച് സമയം, ആ സമയം ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യാറാണ് പതിവ്. അതിൽ ഞാൻ റാൻഡംലി എന്തെങ്കിലും എൻ്റെ തോട്ട്സൊക്കെ എഴുതും. ഇതൊന്നും ഡെയിലി ഇല്ല, എന്നെങ്കിൽ എനിക്ക് ഇന്ന് എനിക്ക് എൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ജാനുവരി ടു ഡിസംബർ വരെ ഡെയിലി ഒന്നും ജേണലിങ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് തന്നെ ഒരു ജേണൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ജേണൽ അങ്ങനെ വാങ്ങുന്ന ഒരാളാണ്. പക്ഷേ ഈ എഴുത്ത് എനിക്ക് വളരെ നിർബന്ധമാണ്. ബിക്കോസ് എൻ്റെ മൈൻഡിലെ റാൻഡംനെസ് ഒക്കെ കളയാൻ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ജേണലിംഗ് ആണ് കേട്ടോ. അതിനുശേഷം ഞാൻ എൻ്റെ മേജർ സ്ലോട്ടിലോട്ട് പോവാണ്. ഈ നൈറ്റിലുള്ള ഈ സ്ലോട്ട് ഞാൻ മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. ഞാൻ പൊതുവേ മോർണിംഗ് പേഴ്സൺ ആണെങ്കിലും ഇപ്പോൾ എനിക്ക് നൈറ്റ് കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റാറുണ്ട്. സോ മാക്സിമം എത്ര ഹവേഴ്സ് പഠിക്കാൻ പറ്റുമോ, ഉറക്കം വരാതെ എത്ര ഹവേഴ്സ് പഠിക്കാൻ പറ്റുമോ അത്രയും ഹവേഴ്സ് ഞാൻ പഠിക്കും. പക്ഷേ ഞാൻ ഡിന്നർ ഒരു 7 ഒക്കെ ആകുമ്പോൾ കഴിക്കും കേട്ടോ. ബിക്കോസ് നമ്മൾ വയറ് നിറച്ച് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഉറക്കം വരാനുള്ള ടെൻഡൻസി ഉണ്ട്. ബട്ട് നമ്മൾ അതിന് മുന്നേ ഉള്ള സമയത്ത് ഡിന്നർ കഴിച്ച് ഒരു വാക്കിങ്ങിനൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഡിന്നർ അതുകൊണ്ട് കഴിഞ്ഞു. ബാക്കി ആ കാണുന്ന വെള്ളം കണ്ടോ, അത് മൊത്തം ഞാൻ ഈ നൈറ്റ് കുടിച്ച് തീർക്കാനുള്ളതാണ്. വിശപ്പ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലാതെ ഈ നൈറ്റ് ക്രേവിങ്സിൻ്റെ പിറകെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. എക്സാമൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ പഠിത്തത്തിനെ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്തും. ഓക്കെ, മെൻ്റൽ ഹെൽത്ത് ആയാലും ഫിസിക്കൽ ഹെൽത്ത് ആയാലും അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സമയമാണിത്. സോ എൻ്റെ ലാസ്റ്റ് സ്ലോട്ടിൽ എനിക്ക് തോന്നുന്നു ഞാൻ PDFs നോക്കിയിട്ട് നോട്ട്സ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതൊരു കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയി ചെയ്തുകൊണ്ട് തന്നെ
ഞാൻ കുറച്ചധികം നേരം അതിന് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ നോട്ട്സ് ഉണ്ടാക്കൽ ഒരു വലിയ ടാസ്ക് ആണെങ്കിലും അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ റിവൈസ് ചെയ്യാൻ എളുപ്പമാണല്ലോ എന്ന് ആലോചിക്കുമ്പം നമ്മളങ്ങ് ഇൻവോൾവ് ആയി ചെയ്തു പോകും. അതിനുശേഷം എനിക്കൊരു ഫോക്കസ് കിട്ടാതെ വന്നപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു. എനിക്കൊന്ന് അറൗണ്ട് ഒരു 12:30 1 o'clock വരെയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ഡേ. നിങ്ങൾക്ക് കാണാൻ പറ്റും അധിക സമയവും പഠനത്തിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഞാനൊരു ഫുൾ ടൈം ആസ്പിരൻ്റാണ്, ജോബ് കളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ എല്ലാവിധ ടെൻഷനും ആങ്സൈറ്റിയും എന്നെ ബാധിക്കുന്നുണ്ട്. സോ ഞാൻ മാക്സിമം സമയം പഠിക്കാൻ വേണ്ടിയിട്ട് ചിലവഴിക്കാറാണ് പതിവ്. കൂടാതെ നാളെ എനിക്കൊരു ഫുൾ ലെങ്ത് ടെസ്റ്റും കൂടി അറ്റംപ്റ്റ് ചെയ്യാനുണ്ട്. ഈ FLT അറ്റംപ്റ്റ് ചെയ്യൽ ചെറിയൊരു ടാസ്ക് അല്ല. സോ അതിന് മുന്നേ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്, അതിൻ്റെ റിവിഷനും കൂടി ചെയ്യാനുണ്ടായിരുന്നു. സോ ഈ PDF നോട്ട്സൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ഷോർട്ട് നോട്ട്സിൽ നിന്ന് തന്നെ എന്നെക്കൊണ്ട് പറ്റുന്നത്രയും റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നാളെ രാവിലെ നേരത്തെ എണീറ്റിട്ട് ബാക്കിയും കൂടി റിവൈസ് ചെയ്യാൻ ശ്രമിക്കണം. എനിക്കറിയില്ല, ഇത്ര ലേറ്റ് ആയതുകൊണ്ട് മേ ബി ഞാൻ എണീക്കാനും ലേറ്റ് ആവും. സോ ഞാൻ ഒരിക്കലും ഉറക്കം അധികം സ്കിപ്പ് ചെയ്യാറില്ല. സോ ഇതാണ് എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ഡേ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കണക്ട് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.